ഇനിയാണ് നമ്മൾ നോക്കുന്നത് എന്താണ് യഥാർത്ഥത്തിൽ അദാനി കമ്പനിയും സർക്കാരും തമ്മിലുള്ള ഈ കരാറിൽ പറയുന്നത് എന്ന കാര്യം. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്നലെ നിയമസഭയിൽ കരാർ വായിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. ഈ കരാറിൻ്റെ 5(3) ക്ലോഷറിലാണ് ഇത് സംബന്ധിച്ച കാര്യങ്ങൾ വ്യക്തത വരുന്നത്. നമുക്ക് ആദ്യം മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. ഇതൊരു പത്രവാർത്തയിലൂടെ മാത്രമാണ് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. അദാനി പോർട്ട് ഇത് സംബന്ധിച്ചുള്ള ഒരു കത്തടപാടോ ഒരു ഇൻഫർമേഷനോ ഗവൺമെന്റ് നൽകിയിട്ടില്ല. ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചതുപോലെ കൺസെഷനെയറിന്റെ അകത്ത്, ഈ കൺസെഷൻ എഗ്രിമെന്റിന്റെ അകത്ത് ക്ലോസ് 5(3) വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതായത് ദ കൺസെഷനെയർ ഷാൽ നോട്ട് അണ്ടർടേക്ക് ഓർ പെർമിറ്റ് എനി ചേഞ്ച് ഇൻ ഓണർഷിപ്പ് without the prior approval of the authority. Authority is the government of Kerala. നമ്മുടെ മുൻകൂർ അനുമതി ഇല്ലാതെ അവർക്ക് ഒരു തരത്തിലും ഇതിൻ്റെ അകത്തൊരു ചേഞ്ച് ഓഫ് ഓണർഷിപ്പ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കമ്പനി ആക്ട് അനുസരിച്ചിട്ട് 25% മീതെയുള്ള ഒരു ഇത് കൊടുക്കുമ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ഓണർഷിപ്പ് ചേഞ്ചിലേക്ക് പോകുന്നതാണ്. 75%-ലേറെ പോയാൽ 25%-ലേറെ അത് ഒരു ഷെയർ കൊടുത്താൽ ഓണർഷിപ്പ് ചേഞ്ചാണ്. അപ്പോൾ ഓണർഷിപ്പ് ചേഞ്ച് ഈ ഗവൺമെന്റിന്റെ, കേരള ഗവൺമെന്റിന്റെ അനുമതി ഇല്ലാതെ അവർക്ക് നടപ്പാക്കാൻ പറ്റില്ല. ഇതാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. നമുക്ക് എന്താണ് ഈ കരാറിൻ്റെ വസ്തുത എന്ന കാര്യം കൂടി ഒന്ന് വേഗത്തിൽ ഒന്ന് പരിശോധിച്ച് പോകാം. സ്ക്രീനിലേക്ക് ഒരു പക്ഷേ നമുക്ക് ആ കരാറിൻ്റെ കോപ്പി കൂടി ഒന്ന് പ്രേക്ഷകരെ കാണിക്കാമെന്ന് കരുതുന്നു. അതായത് അദാനി കമ്പനിയും സംസ്ഥാന സർക്കാരും തമ്മിൽ ഒപ്പുവെച്ച ആ കരാറിൻ്റെ കോപ്പി നമുക്ക് സ്ക്രീനിലേക്ക് കൊണ്ടുവരാം. ഇതാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിരിക്കുന്ന കരാർ. ഈ കരാറിൻ്റെ 5(3) ക്ലോഷറിലാണ് ഈ സംബന്ധിച്ച കാര്യങ്ങൾ പറയുന്നത്. അതായത് ഓണർഷിപ്പ് ചേഞ്ച് സംബന്ധിച്ച് കൃത്യമായ കാര്യമുണ്ട്. മുഖ്യമന്ത്രി പരാമർശിച്ചതും ഇതായ ഭാഗമാണ്. നോക്കൂ, കൃത്യമായി പറയുന്നുണ്ട്. 25% അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു തന്നെയാണ് ക്ലോഷർ മുന്നോട്ട് പോയിരിക്കുന്നത്. അതായത് എഗ്രിമെൻറ്റിൽ കൃത്യമായ ധാരണ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പരാമർശിച്ചത്. അദാനി കമ്പനിയും സംസ്ഥാന സർക്കാരും കൂടി ഒപ്പുവെച്ച ഈ കരാറാണ്. ഈ കരാറാണ് യഥാർത്ഥത്തിൽ കൃത്യമായി തന്നെ അതിൻ്റെ തുടക്ക ഭാഗത്ത് തന്നെ കൃത്യമായി തന്നെ പരാമർശിക്കുന്നുണ്ട് ഇത്തരം സാഹചര്യങ്ങൾ. ഡാൻ, മുഖ്യമന്ത്രി പരാമർശിച്ചു കഴിഞ്ഞു. ഈ വ്യവസ്ഥകൾക്ക് അടിസ്ഥാനമായി ഒരു സർക്കാരിനോ സ്വകാര്യ കമ്പനിക്കോ തീരുമാനിച്ചാൽ പോലും, രാഷ്ട്രീയ താല്പര്യം എടുത്താൽ പോലും മാറി ചിന്തിക്കാനാവില്ല എന്നൊരു സാഹചര്യമുണ്ട്. എന്താണ് ഈ കരാറിൽ പറയുന്നത്? അതായത് ഇതിൻ്റെ 49% നമുക്കറിയാം. ഓഹരി കൈമാറ്റം നടത്താൻ ധാരണ എത്തിയിരിക്കുന്നത് 49% ഓഹരികളാണ്. അത് അദാനിക്ക് വിഴിഞ്ഞത്തുള്ള ഓഹരി വിഹിതത്തിൻ്റെ 49%. അവിടെയാണ് മുഖ്യമന്ത്രി ഇന്നലെ ഒരു വ്യക്തത വരുത്തിയത്. 25% മുകളിൽ ഓഹരി കൈമാറിയാൽ അത് കൃത്യമായി സംസ്ഥാന സർക്കാരിനെ അറിയിക്കാൻ ബാധ്യസ്ഥരാണ്, ഈ കമ്പനി ബാധ്യസ്ഥരാണ് എന്ന് കൃത്യമായി തന്നെ അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. അത് ശരിവെച്ചുകൊണ്ട് തന്നെയാണ് അദാനി പോർട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക്, തുറമുഖ വകുപ്പിൻ്റെ ചുമതല കൂടിയുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഈ കരാറിലെ വ്യവസ്ഥകൾ എന്താണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള കത്ത് കൈമാറിയിരിക്കുന്നത്. അതിന് പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതാണ്ട് 13,000 കോടി രൂപയുടെ നിക്ഷേപം വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് നടത്താൻ MSC എന്ന ഷിപ്പിംഗ് കമ്പനിയും അദാനി പോർട്ടും തമ്മിൽ ധാരണയിലെത്തിയിരിക്കുന്നു എന്നതാണ്. ഇതിൻ്റെ പ്രാഥമികമായ ഒരു ധാരണയിലേക്ക് അവർ എത്തിയിരിക്കുന്നു. അത് സംബന്ധിച്ച വ്യവസ്ഥകൾ ഏത് തരത്തിലായിരിക്കും, അതിൻ്റെ അനുബന്ധ വികസന പദ്ധതികൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 2ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളടക്കം 2028 ഡിസംബർ മാസത്തോടെ പൂർത്തിയാകുമ്പോൾ, അതായത് ഈ കരാറിൽ പറയുന്നത് പ്രയർ ഇൻറ്റിമേഷൻ വേണം, പെർമിഷൻ വേണം. അതില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. അതായത് 25% വഴി 25% വരെയുള്ള ഓഹരി കൈമാറ്റത്തിന് ഈ വ്യവസ്ഥ പ്രശ്നമല്ല. ഒരുപക്ഷെ ഒരു ധാരണ ഉണ്ടായാൽ മതി. അതിനപ്പുറം സർക്കാരിൻ്റെ അനുമതി ഇല്ലാതെ ഒരു തരത്തിലും 25% മുകളിലുള്ള ഓഹരി കൈമാറ്റത്തിലോട്ട് പോകാൻ കഴിയില്ല. അതായത് ഇന്ന് നൽകിയിരിക്കുന്ന ഈ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ അനുമതി കൊടുത്താൽ മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാനാകൂ. തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാരിൻ്റെ അനുമതി വേണം. ഇനി ആ അനുമതി നൽകിയാൽ തന്നെ പൂർത്തിയായില്ല. അവിടെ നിന്ന് കേന്ദ്രത്തിലേക്ക് എത്തണം, അവിടുത്തെ വ്യവസ്ഥകളും പാലിച്ചു എന്ന് ഉറപ്പുവരുത്തണം. അങ്ങനെയുണ്ടെങ്കിൽ, അതുകൊണ്ടാണ് ഈ സമയദൈർഘ്യം, ഈ 6 മാസത്തെ കാലാവധി എന്ന് പറയുന്നത്. അതിൻ്റെ പാരിസ്ഥിതിക ആഘാത പഠനം ഉൾപ്പെടെ, അതായത് അത് ഏതെങ്കിലും തരത്തിൽ ഈ എൻവയോൺമെൻ്റൽ ഒരു ഹസാർഡായിട്ടുള്ള സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമോ എന്നതടക്കമുള്ള വിശദമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ആ തുടർ നീക്കങ്ങൾക്ക് അനുമതി ലഭിക്കൂ. ശരി, അത് ഡാൻ സൂചിപ്പിച്ച ആ പോയിന്റിലേക്ക് തന്നെയാണ് നമ്മൾ വരുന്നത്. അതായത് യഥാർത്ഥത്തിൽ കേരളത്തിന് ആശങ്കയുള്ളത് എന്താണ്? ഒരു കമ്പനി വരുമ്പോൾ, അതായത് അദാനി മാത്രമായിരുന്നു നമ്മുടെ മുന്നിൽ ചിത്രത്തിലുണ്ടായിരുന്നത്. അവിടെ ആണ് പുതിയൊരു കമ്പനി കടന്നു വരുന്നത്. ആ കമ്പനി കടന്നു വരുമ്പോൾ കേരളത്തിന് ആശങ്കപ്പെടേണ്ട ചില കാര്യങ്ങളും പരിശോധിക്കേണ്ട കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ ആ പരിശോധിക്കാൻ സാധ്യതയുള്ള വിഷയങ്ങളാണ് നമ്മളൊന്നും സൂചിപ്പിക്കുന്നത്. ഒന്ന്, MSCക്ക് അമിത സ്വാധീനം ഈ കരാറിലൂടെ ലഭിക്കും
ബാധിക്കുമോ? സ്വാഭാവികമായും സർക്കാർ പരിശോധിക്കാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയമല്ലേ? തീർച്ചയായിട്ടുമായിരിക്കും. രണ്ടാമത്തെ കാര്യം, മറ്റ് ആഗോള ഷിപ്പിംഗ് കമ്പനികൾക്ക് തുല്യ പ്രവേശനം ഉറപ്പാകുമോ എന്ന കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അതായത് ഒരു കുത്തകയായി MSC മാത്രം ഇവിടെ നിൽക്കുകയോ മറ്റ് കമ്പനികൾ വരാതിരിക്കുമോ എന്ന സാഹചര്യം ഉണ്ടാവുമോ, മറ്റ് കമ്പനികൾക്കും പരിഗണന കിട്ടുമോ എന്ന കാര്യം സർക്കാർ സ്വാഭാവികമായും പരിശോധിക്കും. അടുത്തത്, വിഴിഞ്ഞം ഒരു കോമൺ യൂസർ പോർട്ടായി തുടരുമോ? അതായത് വിഴിഞ്ഞം എന്നത് ഒരു അന്തർദേശീയ കപ്പൽച്ചാലിലേക്കുള്ള ഒരു ഓപ്പണിംഗ് പോർഷനാണ്. അപ്പോൾ കേരളത്തിൻ്റെയും കൂടി വിശാല ലോകത്തേക്കുള്ള ഒരു തുടക്കം, ഒരു പ്രവേശന കവാടം എന്ന രീതിയിൽ നമുക്ക് സാങ്കല്പികമായി അതിനെ കാണാം. അപ്പോൾ ആ സാധ്യതയായി അത് തുടരുമോ എന്ന മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ദേശീയ സുരക്ഷയെയും മത്സര നിയമങ്ങളെയും ഒക്കെ അത് ബാധിക്കുമോ, ആ രീതിയിൽ തന്നെയായിരിക്കുമോ ഇത് പോകുന്നത് എന്ന പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ കാര്യങ്ങൾ പരിശോധിക്കപ്പെടും അല്ലേ? ഈ പ്രധാനപ്പെട്ട ഘടകങ്ങൾ തന്നെയല്ലേ പരിശോധിക്കാൻ സാധ്യതയുള്ളത്? അതാണ്, അതായത് ഇതിലെ ഈ പ്രധാനപ്പെട്ട ആശങ്കകൾ നിയമപരമായി ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന വസ്തുതകൾ എന്താണ് എന്ന് ബോധ്യപ്പെട്ടാൽ തന്നെ ഈ ആശങ്കകൾക്കും പരിഹാരമാകും. കാരണം രാജ്യത്തിൻ്റെ സുരക്ഷയെ പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിൽ ഒരു വിദേശ കമ്പനിക്കും നമ്മുടെ രാജ്യത്ത് നിക്ഷേപം നടത്താൻ കഴിയില്ല. MSC എന്നല്ല, ഒരു കമ്പനിക്കും നിക്ഷേപം നടത്താൻ കഴിയില്ല. അഥവാ പ്രഥമ ദൃഷ്ട്യാ അങ്ങനെ ആശങ്ക ഉയരുന്ന എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായാൽ അവിടെ കൃത്യമായി അതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങളും നിയമ സംവിധാനങ്ങളും ഇവിടെ നിലനിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്, സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യക്ക് മുമ്പിലേക്ക് ഈ പ്രാഥമിക ധാരണയിലെത്തിയ കാര്യം സെബിയെ അറിയിക്കുമ്പോൾ അതിൻ്റെ തുടർ നടപടിയായി അത് പരസ്യപ്പെടുത്തുന്നത് തന്നെ അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരാൻ ഇടയുള്ള വിമർശനങ്ങൾ എന്താണെന്ന് ബോധ്യപ്പെടുക എന്നൊരു അടിസ്ഥാനത്തിൽ തന്നെയാണ്. അവിടെയാണ് ഈ പ്രധാനപ്പെട്ട വിമർശനം, രണ്ട് വിമർശനങ്ങൾ ആശങ്കയുടെ രൂപത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തന്നെ ഉന്നയിച്ചിരിക്കുന്നത്. അതിൽ അദ്ദേഹം പ്രധാനമായി പറയുന്നത് അതൊരു കുത്തകവൽക്കരണത്തിന് വഴി തുറക്കുകയും അതോടൊപ്പം സംസ്ഥാനത്തിന് വരുമാനം ലഭിച്ചു തുടങ്ങേണ്ടുന്ന സമയത്ത് ആർട്ടിഫിഷ്യലായി കൃത്രിമമായി വരുമാനം കുറച്ച് കാണിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ സംസ്ഥാനത്തിന് വാണിജ്യ താല്പര്യങ്ങളെ അത് പ്രതികൂലമായി ബാധിക്കില്ലേ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അവിടെ ഒരു സുതാര്യമായ വരുമാന പദ്ധതി അല്ലെങ്കിൽ വളരെ ട്രാൻസ്പെറൻ്റ് ആയി അവിടെ നടക്കുന്നത് എന്ത് എന്ന കാര്യം സംസ്ഥാന സർക്കാരിനെ ബോധ്യപ്പെടുത്താൻ അവർക്ക് കഴിയുന്ന സാഹചര്യം ഉണ്ടായാൽ ആ ആശങ്കകൾ അസ്ഥാനത്താകും എന്നതാണ് യാഥാർത്ഥ്യം. യെസ്, അതാണ് കാര്യം. എന്തായാലും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, നമുക്ക് ആരോഗ്യകരമായ ഒരു ഡിസ്കഷനാണ് പൊതുവിൽ നടക്കുന്നത്. അതങ്ങനെ നടക്കട്ടെ. കാരണം MSCയുടെ നിക്ഷേപത്തെ ആരും തള്ളി പറഞ്ഞിട്ടില്ല. വരട്ടെ, പുതിയ കമ്പനികൾ വരട്ടെ, വിഴിഞ്ഞം സാധ്യതകൾക്ക് വഴി തുറക്കട്ടെ എന്ന കാര്യമാണ് പൊതുവിൽ പറയുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.